ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തേത് ഈവനിങ്ങിന് ശേഷമുള്ള ഒരു കൊച്ചു വ്ളോഗാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു റെസിപ്പിയും കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള റെസിപ്പിയാണ്. അതുപോലെ തന്നെ എന്താ പറയുക, ഒട്ടുമിക്ക ആൾക്കാർക്കും ഉണ്ടാക്കാൻ അറിയാവുന്ന റെസിപ്പിയാണ്. അപ്പോൾ സംഭവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ എന്താണെന്ന്. അപ്പോൾ ഞാൻ വിശദീകരിച്ചിട്ട് ഒന്നും പറയുന്നൊന്നുമില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോയിട്ട് അതെല്ലാം ഒന്ന് കണ്ടുനോക്കാം. അപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ, ഇന്ന് എനിക്ക് നൈറ്റിൽ ഫുഡൊന്നും ഉണ്ടാക്കണ്ട. കാരണം എന്ന് വെച്ചാൽ രാവിലത്തെ നാസ്ത ഉച്ചക്കത്തൊക്കെ ഫുഡൊക്കെ എനിക്കുണ്ട്, ബാക്കിയുണ്ട് എന്ന്. അപ്പോൾ എന്താ ചെയ്യുക, അപ്പോൾ 6 മണിക്ക് ശേഷം ഫ്രീ ആയിരിക്കും. നിസ്കാരമെല്ലാം കഴിഞ്ഞാൽ പിന്നെ രാത്രി പിന്നെ ഫുൾ ടൈം ഇന്ന് ഫ്രീ ആയിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്താ പറയുക, ഇതാ രാവിലത്തെ നാസ്തൊക്കെ ബാക്കിയുണ്ടേ. അപ്പോൾ എനിക്ക് തോന്നി രാത്രി വെറുതെ ഇരിക്കണ്ട, ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാം, പിന്നെ എൻ്റെ സമയം ഇതിലേക്ക് ചിലവഴിക്കാമെന്ന് ഞാൻ കരുതി. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ല എന്താ കച്ചവടം ചെയ്യാനായിട്ട് പോകുന്നുണ്ടോയെന്ന്. ഒട്ടുമല്ല, ഇത് ഫ്രിഡ്ജിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കലല്ല, ഒരു 2-3 ദിവസം 4 ദിവസം കൂടി പോയാൽ അത്രേ ഉണ്ടാവും. സൂക്ഷിച്ച് വെക്കാത്ത പറയുമ്പോൾ അത് കുറേ ദിവസങ്ങളായി പോകുമല്ലേ, അപ്പോഴത്തേക്കെല്ലാം ചീന പോകുമല്ലോ. എന്നാലും മാക്സിമം നിൽക്കുമല്ലേ ഫ്രിഡ്ജിലെല്ലാം. പിന്നെ എന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു സംഭവം കണ്ടാൽ ഞാൻ വാങ്ങിക്കും കേട്ടോ. ഇപ്പം കുറച്ച് വില കുറവാന്ന് തോന്നുന്നു, അതൊന്നും തൊപ്പം കിട്ടിയിട്ടുണ്ട് എനിക്ക്. പിന്നെയെന്ന് വെച്ചാൽ എന്താ പറയുക, അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും അറിയുന്നതല്ല, അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചിട്ട് ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നില്ല. നിങ്ങൾ ഏകദേശം കാണുന്നുണ്ടല്ലോ, എല്ലാവരും ഒരേ രീതിയിൽ തന്നെയല്ലേ ഉന്നക്കായ നിറക്കലല്ലേ. അപ്പോൾ എനിക്ക് തോന്നി ഉന്നക്കായ നിറച്ചിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളവരെടുത്ത് പൊരിക്കാമല്ലോ, രാവിലെ വൈകുന്നേരമെല്ലാം എടുത്ത് പൊരിക്കാമല്ലോ എന്ന ഉദ്ദേശത്തിലാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഇതുവരെ ഉന്നക്കായ ഇങ്ങനെ സ്റ്റോർ ചെയ്തിട്ട് വെച്ചിട്ടേ ഇല്ല, ആദ്യമായിട്ട് അതിങ്ങനെ പിന്നെ സ്റ്റോർ ചെയ്തിട്ട് വെക്കുന്നത്. കാരണം വെച്ചാൽ ഉന്നക്കായ നല്ല ടേസ്റ്റാണ് തോന്നുന്നത്, പക്ഷേ ഇല്ലേ കുറച്ച് മെനക്കെടാണ് ഇത് ഉണ്ടാക്കാൻ. അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെയെന്ന് വെച്ചാൽ ഇന്ന് ഒരുപാട് കിട്ടിയോണ്ട് വെറുതെ കിട്ടിയതല്ലേ, അത്രയോ പൈസയുള്ളൂ. ഞാൻ പറഞ്ഞല്ലേ കുറച്ചേ പൈസയേ ഉള്ളൂ എന്ന്. ശരിക്കും പറഞ്ഞാൽ 100 ഉറുപ്പ്യക്ക് 4 കിലോനായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാനെല്ലാം വാങ്ങിച്ചിട്ട് മുളയൊക്കെ ഏതാണ് കണക്ക് വെച്ചിട്ടില്ല, 3 കിലോനോ 4 കിലോനാന്ന് അറിയില്ല. ഞാൻ 100 രൂപ കൊടുത്തിട്ടുണ്ട്, അത്രയായിട്ടാന്ന് തോന്നുന്നു. 2 സെഞ്ചിയോളം എനിക്ക് ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട്. വലിയ കവറല്ല, ഏകദേശം ഒരു മീഡിയത്തിലുള്ള. അപ്പോൾ അങ്ങനെ കിട്ടിയപ്പോൾ ഇങ്ങനെ ചെയ്യാമെന്ന് തോന്നിയ റെസിപ്പിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇത് ചൂടോടെ തന്നെ നല്ലോണം ഉടച്ചു കൊടുക്കുക, കുത്തി അങ്ങ് ഉടച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെ മുട്ട വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ പാൻ ചൂടായ ശേഷം ഇതിലേക്ക് 6 kg വെച്ച് കൊടുക്കുക. 6 kg ചൂടായി വന്ന ശേഷം ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി വറുത്തെടുക്കുക. എന്നിട്ട് ഇത് ഏകദേശം മൊരിഞ്ഞ് വന്നാൽ ഇത് വേറൊരു പ്ലേറ്റിലേക്ക് ഇതാ മാറ്റി കൊടുക്കുക. ഫുള്ളായിട്ട് മാറ്റി കൊടുത്ത ശേഷം നമ്മൾ കലക്കി വെച്ച മുട്ടയുണ്ടല്ലോ, ആ മുട്ടൻ്റെ കൂട്ടി ഇതാ ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതാ ഇതിങ്ങനെ ഉടച്ചെടുക്കുക. എനിക്കിത് ഉടക്കുമ്പോൾ ഒരു കാര്യമാണ് ഓർമ്മ വരുന്നത്, നമ്മൾ കിണ്ണത്തപ്പം വരെയെന്നൊരു സംഭവമില്ലേ, അതായത് കിണ്ണത്തപ്പം പണ്ടൊക്കെ വീടുകളിലെല്ലാം ഉണ്ടാക്കിയല്ലേ, ഇപ്പം കുറവാന്ന് തോന്നുന്നു. ഇപ്പോൾ അതാണ് എനിക്ക് ഓർമ്മ വന്നത്, ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ കിണ്ണത്തപ്പത്തിന് ഇങ്ങനെ ഇളക്കി കൊടുക്കലില്ലേ. അപ്പോൾ അത് ശരിക്കും എനിക്ക് ഇത് വറക്കുമ്പോൾ ഓർമ്മ വന്ന് വെച്ചാൽ എൻ്റെ പിന്നെ നമ്മൾ പണ്ട് തറവാട്ടിൽ നിൽക്കുന്ന ടൈം, പണ്ട് എന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഞാൻ ചെറുതിൽ അവിടെയെല്ലാം താമസിക്കുമ്പോൾ കൂട്ടായിട്ട് താമസിക്കണേ. എന്താ വെച്ചാൽ ഉമ്മാൻ്റെ ഏട്ടത്തി അനിയത്തിയ മക്കളെല്ലാവരും ഉണ്ടാവും. അപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിണത്തപ്പം വരും. ഓരോരുത്തരുടെ ഭർത്താക്കന്മാരെ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഭയങ്കര സംഭവമാണ്. ഉറക്കം എൻ്റെ ചൂട അവർക്ക് ഭയങ്കരമാണ് കിണത്തപ്പം ചൂടൽ. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഉമ്മാക്കെല്ലാം ഭയങ്കരമാണിത്. ഇപ്പോഴല്ലേ കാണാത്തത്, ഇപ്പം വീടുകളിലെല്ലാം ഇല്ലാന്ന് തോന്നുന്നു. ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരൊന്നും ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു, എനിക്കറിയില്ല. പക്ഷേ നമ്മളെടുത്ത് ഞാൻ പണ്ട് തറവാട്ടിൽ താമസിക്കുമ്പോൾ അധികം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും ഈ കിണ്ണത്തപ്പം വരെയല്ലോ. അതുപോലെ തന്നെ ഒരു എന്താ പറയുക, തേങ്ങൽവ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോ, അത് ഭയങ്കര
ഭയങ്കരമാണ്. ഇടക്കിടക്ക് ഉണ്ടാവും. കാരണം വെച്ചാൽ ഓരോരുത്തരെ ഭർത്താക്കന്മാർ വീട്ടിക്കൊണ്ട് പോകണു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഉമ്മാൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ, മൂത്തമ്മൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ, ആമാൻ്റെ ഭർത്താവ്, അങ്ങനെ നമ്മൾ കുറേ ആൾക്കാരുണ്ട്. ഇപ്പം എല്ലാവരും വേറെ വേറെ താമസിക്കുന്ന വീട് വെച്ചിട്ട്, മുമ്പെന്ന് വെച്ചാൽ കൂട്ടമായിട്ടില്ല താമസിക്കുന്ന അല്ലേ. ഒരുപാട് വർഷമായ കുറേ ആയി, ഞാനെല്ലാം ചെറുതിലുള്ള ടൈമാണേ. അപ്പോൾ എനിക്ക് ആ ഓർമ്മയാണ് ഇപ്പോൾ ഈ മുട്ട വറക്കുമ്പോൾ വന്നത്. എൻ്റെ മനസ്സിൽ വന്ന ആ ഒരു ചിന്ത ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത് അത്രയേ ഉള്ളൂ. ഒന്നും തോന്നരുതേ. അങ്ങനെ ഇതാ മെനക്കിട്ടിട്ട് ഞാൻ ഇങ്ങനെ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല തിന്നാൽ നല്ല ടേസ്റ്റിയാന്ന്, പക്ഷേ കുറേ മെനക്കിട്ടുണ്ട്. ഇത് തന്നെ ഉരുട്ടിയെടുക്കാൻ സമ്മതിക്കണം, നല്ല ക്ഷമ വേണം കേട്ടോ. ഇത് ഉരുട്ടിയെടുക്കാൻ എനിക്ക് പൊതുവേ ക്ഷമ കുറവൻ ആണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഉരുട്ടിയെടുക്കാനും നിൽക്കില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്റ്റോർ ചെയ്തിട്ട് വെക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് ഇതാ ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇപ്പം എനിക്ക് നിൽക്കലേ ഇല്ല. വലിയ പണിയാണ്, എനിക്ക് വലിയ പണി തന്നെയാണ് ഈ ഒരു സംഭവം. പിന്നെ ഇത് ഞാൻ ഫുള്ളായിട്ട് ഇതാ ഇങ്ങനെ ബോക്സിൽ വെക്കുന്നുണ്ട്. പിന്നെ ഇപ്പം പൊരിക്കേണ്ട ആവശ്യമില്ല, ഏകദേശം ഒരു 9:30 മണിയായി. പിന്നെ അതിന് ഫുഡെല്ലാം കഴിക്കണം. പിന്നെ എന്താ പറയുക, ഇനി ഇങ്ങനെ ഫുള്ളായിട്ട് ആക്കിയിട്ട് ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റും. പിന്നെ ഇൻഷാ അല്ലാ നാളെ എടുത്ത് പൊരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യണേ. അപ്പം ലൈക്ക് ചെയ്യണോ, അപ്പോൾ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണോ. പിന്നെയെന്ന് വെച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. പൊതുവായിട്ടൊക്കെ എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നിട്ട് കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.